ആത്മാർത്ഥമായിട്ടൊരു വിഷയം സങ്കല്പിക്കണേ തന്നെ നല്ലൊരു മനസ്സ് വേണം. പിടച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിന് ശരിക്കും ആഗ്രഹിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് എപ്പോഴും കൺഫ്യൂഷനായിരിക്കും. അതാണോ ശരി, ഇതാണോ ശരി, മറ്റേതാണോ ശരി, മറിച്ചാണോ. അപ്പോൾ ഒരു പിടപ്പുണ്ടാകും. ആ പിടപ്പിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് നിരന്തരം ഡെയിലി കുറച്ച് സമയം, ഒരു 25 മിനിറ്റ്, അത്രയെങ്കിലും മിനിമം 24 മണിക്കൂറിൽ ഒരു നാഴിക സമയം 24 മിനിറ്റെങ്കിലും ഈശ്വര സേവയ്ക്കായിട്ട് മാറ്റിവെക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ അടുത്ത വർഷം നിങ്ങൾക്ക് സൂപ്പറാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഈ വർഷത്തിൽ ഞാനൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ നേരത്തുള്ള ഒരു സങ്കല്പം എന്ന് പറയുന്നത്, ഈ പുതുവർഷത്തിൽ വെറും ഒരു തീരുമാനമെടുക്കുന്നതിന് പകരം ഒരു മഹാസങ്കല്പത്തെ എടുക്കുക. എൻ്റെ ജീവിതം കേവലം എൻ്റെ സ്വാർത്ഥപരമായ നേട്ടങ്ങൾക്കപ്പുറമായിട്ട് എനിക്ക് ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള വിജയങ്ങൾ തരണമെന്നും അതുകൊണ്ട് എനിക്കും എൻ്റെ ചുറ്റുപാടുകൾക്കും ഈ പ്രകൃതിക്കും സന്തോഷമുളവാകുന്ന, ആനന്ദമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിയണമേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. എൻ്റെ ഈ ജന്മം ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന, കൃത്യമായി യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു, എനിക്ക് ഞാനെങ്കിലും കോൺട്രിബ്യൂട്ടർ ആവുന്ന, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരുന്ന ഒരു വർഷമായിരിക്കണേ ഇത് എന്നുള്ളതാണ്.